നാളെ നിങ്ങളുടെ കല്യാണം. അപ്പോൾ ഇന്ന് രാത്രി നിങ്ങൾ ഫേഷ്യൽ ചെയ്യാൻ വേണ്ടി പോകുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു അപകടം സംഭവിക്കുന്നു എന്ന് വിചാരിക്കുക. അതായത് ഫേഷ്യൽ ചെയ്യുന്ന സമയത്ത് ഒരു അപകടം പറ്റുന്നു എന്ന് വിചാരിക്കുക. പിറ്റേ ദിവസം നിങ്ങളുടെ കുളമായോ ഇല്ലയോ? അതായത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഒരുങ്ങി സുന്ദരനായി അല്ലെങ്കിൽ സുന്ദരിയായിട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്ത് പോയ ഒരു സലൂൺ, ആ സലൂണിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും മോശമായിട്ടുള്ള ഒരു അവസ്ഥ പറ്റുന്നു എന്ന് വിചാരിക്കാം. കാരണം മുഖത്തുള്ള പരിപാടിയാണല്ലോ, എല്ലാവരും കാണുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് മുഖമാണല്ലോ. അപ്പോൾ ഈ മുഖത്ത് എന്തെങ്കിലും ഒരു വൃത്തികെട്ട ഒരു പരിപാടി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? നിങ്ങളുടെ ആ ഒരു ലൈഫ് പോയ പോലെ ഉണ്ടാവും. അതായത് ലൈഫ് ലോങ് നിങ്ങൾ ആ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു സംഭവം കഴിഞ്ഞ ദിവസം കൂത്തുപറമ്പ് ബോധി സലൂൺ എന്ന് പറഞ്ഞിട്ടുള്ള ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സലൂണാണ്. അവിടെ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തരാം. എനിക്ക് പറയാനുള്ളത് ബോധി സലൂൺ കൂത്തുപറമ്പ. ഈ വീഡിയോ നിങ്ങൾ ഡിലീറ്റ് ആക്കിയാലോ എൻ്റെ അക്കൗണ്ട് ഡിസേബിൾ ആക്കിയാലോ എന്ത് കാണിച്ചാലും എനിക്കൊരു കോപ്പമില്ല. ഞാൻ പറയേണ്ടത് പറയും, നാട്ടുകാരെ അറിയണം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞിട്ട് സ്റ്റോറി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഒന്നുകൂടെ ആ ഫോട്ടോ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്നത് ഒരു കല്യാണ ചെക്കൻ ജസ്റ്റ് ഒരു ഡീറ്റാൻ ചെയ്യാൻ വേണ്ടി ചെറിയ സലൂണിലൊന്നും പോകണ്ടെന്ന് വിചാരിച്ച് അത്യാവശ്യം നല്ല സലൂൺ, പേരെടുത്ത് പറയാം, ബോധീസ് സലൂൺ കൂത്തുപറമ്പ. അവിടെ പോയി ഡീറ്റാൻ ചെയ്യാൻ പോയതാണ് കല്യാണ തലേന്ന്. അപ്പോൾ അവരെന്ത് ചെയ്തു, സ്റ്റീം മെഷീൻ മുഖത്ത് വെച്ചിട്ട് അത് എടുത്ത് കളയുമ്പോൾ അങ്ങ് മുഖം നൈസായിട്ട് അങ്ങ് പൊള്ളിച്ച് കളഞ്ഞു. അതും ഒരു ഫേസിൻ്റെ ഫുൾ ഇവിടുന്ന് കണ്ണിലേക്ക് വരെ പോയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊള്ളിച്ചു. അവരുടെ ഇത് കവറപ്പ് ചെയ്യാൻ വേണ്ടി, നമ്മുടെ ഇതിനും നമ്മൾ ചോദിച്ചിട്ടൊന്നുമല്ല, അവരുടെ ഇമേജ് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കല്യാണത്തിന് വരെ വന്ന് സ്കിന്ന് പോലെ തോന്നിക്കുന്ന ഒരു സാധനം ഫേസിൽ ഒട്ടിച്ച് തന്നിട്ട് അവർ ഫൗണ്ടേഷൻ ഇട്ട് അതങ്ങ് മറച്ചു കളഞ്ഞു. പക്ഷേ ആൾക്കാർ ചോദിക്കുമ്പോൾ ഇത് എവിടെ നിന്ന് സംഭവിച്ചിട്ട് അവരുടെ പേര് പോവാതിരിക്കാൻ വേണ്ടി, വേറൊന്നുമല്ല. എന്നിട്ട് ഇപ്പം നമ്മൾ കല്യാണം നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്തു, നമ്മൾ അന്നൊന്നും ചെയ്തില്ല. കല്യാണം തലേന്നായി പോയി. കല്യാണം കഴിഞ്ഞ് നമ്മൾ നേരെ അങ്ങോട്ട് പോയി. അവരോട് സംസാരിക്കുമ്പോൾ അവർ മൈൻഡ് ചെയ്യുന്നില്ല. അവർക്ക് ഇങ്ങനെ ഒരു സാധനം അവർ ചിരിച്ച് അവർ മെല്ലെ മെല്ലെ ഇതാക്കാനാണ് നോക്കുന്നത്. നടക്കൂല. നമ്മൾ പോലീസിൽ നമ്മൾ കേസ് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ അത്യാവശ്യം എല്ലാ ന്യൂസ് ചാനലിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നാട്ടുകാരെ അറിയണം. ഇനി ഏതൊരാളും ബോധീസിൽ പോവാന്ന് പറയുന്ന ആൾക്കാർ ഇതൊന്ന് ചിന്തിച്ചാൽ കൊള്ളാം. ഇതൊരിക്കലും എൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു അക്കൗണ്ട് ഒന്നുമല്ല. ഞാൻ എൻ്റെ പാട്ടും എൻ്റെ കാര്യങ്ങൾ മാത്രം പോസ്റ്റ് ചെയ്ത് വരുന്ന അക്കൗണ്ടിൽ ഇത് എനിക്കൊരു നേട്ടം കിട്ടാനോ റീച്ച് കിട്ടാനോ വേണ്ടി ചെയ്യുന്ന വീഡിയോ അല്ല. ഇത് നിങ്ങളുടെ ബോധീസിൽ പോയി ചെയ്താലേ ശരിയാവൂ എന്ന് പറയുന്ന ആ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഷെയർ ചെയ്ത് കൊടുക്കാം. ഇന്ന് നമുക്ക് പറ്റിയത് പറ്റി, ഇനി നിങ്ങൾക്ക് പറ്റുമ്പോൾ ഇതേപോലെ തിരിഞ്ഞു നോക്കാൻ ഒരു മനുഷ്യൻ്റെ കുട്ടി ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതാണ് വീഡിയോ. കഴിഞ്ഞ ദിവസം ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആ വീഡിയോ കണ്ടതിന് ശേഷം നോക്കുമ്പോൾ കമൻസ് എല്ലാം നോക്കുന്ന സമയത്ത് ഒരുപാട് പേര് ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഒരുപാട് പേര് ഒപ്പോസ് ചെയ്തുകൊണ്ടും കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എന്തായാലും ഇവരൊരു വീഡിയോ ഇട്ടാണല്ലോ, എന്നാൽ പിന്നെ ഈ പറയുന്ന ബോധീസിലൊന്ന് അന്വേഷിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ ഒന്ന് വിളിക്കുകയുണ്ടായി. അപ്പോൾ ഇന്നലെ ഞാനൊന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വിളിക്കുന്ന സമയത്ത് അവിടുത്തെ ഓണറാണോ ആരാണെന്നറിയില്ല, ഫോൺ എടുത്തിട്ട് ഞാൻ കാര്യം ചോദിച്ചു. ഇതേപോലെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ സ്ഥാപനത്തെക്കുറിച്ചൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് അതിനെക്കുറിച്ചുള്ള എന്താണ് എക്സ്പ്ലനേഷൻ എന്ന് ചോദിച്ചപ്പം അവരെന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന കല്യാണ ചക്കൻ തലേദിവസം അവിടെ ഫേഷ്യൽ ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പം അവരുടെ ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ പറയുക, അതായത് ഈ ഓണർ. അപ്പം പുള്ളി എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇയാൾ ആദ്യം മുതലേ ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ഈ അപകടം സംഭവിച്ച ചക്കൻ ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഫോണ് എന്തോ താഴെ വീഴാൻ വേണ്ടി പോയ സമയത്ത് ഈ പറയുന്ന സംഭവം കൈ തട്ടി അങ്ങനെ ആയതാണെന്നാണ് അവരുടെ എക്സ്പ്ലനേഷൻ. അപ്പോൾ അവരുടെ എക്സ്പ്ലനേഷൻ കേട്ടതിന് ശേഷം ഞാൻ ചോദിച്ചു, നിങ്ങളതിന് ശേഷം ഇതുമായിട്ട് വന്ന സമയത്ത്, പരാതിയുമായിട്ട് വന്ന സമയത്ത് നിങ്ങളത് ഡീൽ ചെയ്തില്ല എന്നെല്ലാം പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇതേപോലെ സ്റ്റാഫിന് പറ്റിയൊരു കയ്യബദ്ധമാണ്, സ്റ്റാഫിനെ കുറേ നമ്മൾ ചീത്ത പറഞ്ഞു. സ്റ്റാഫിനെ ചീത്ത പറഞ്ഞിട്ട് എന്താ കാര്യം? പറ്റേണ്ടത് പറ്റിക്കഴിഞ്ഞ് സ്റ്റാഫിനെ ചീത്ത പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ലല്ലോ. പിന്നെ ഇവർ ചോദിച്ചിരിക്കുന്ന ഡിമാൻഡ് എന്ന് പറയുന്നത് വളരെ വലുതാണ്, അതുകൊണ്ട് നമുക്ക് അത് കേസായിട്ട് തന്നെ മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നതെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു എക്സ്പ്ലനേഷനാണ് ഈ പറയുന്ന ഓണറുടെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് അവരെ കൂടെ ഒന്ന് വിളിച്ച് നോക്കാം എന്ന് വിചാരിച്ച് വിളിച്ച് നോക്കിയതാണ്. അപ്പോൾ ഇതാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. അവരെന്തായാലും എനിക്ക് തോന്നുന്നില്ല ഇവരുടെ ഭാഗത്തുനിന്ന് പറ്റിയൊരു തെറ്റാണെങ്കിൽ പോലും ഇവരെന്തായാലും ഇവരായിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടി നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവരുടെ സംസാരം കേട്ടിട്ട്. പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, എത്ര വലിയ സംഭവമാണെങ്കിലും എത്ര പൈസ മുടക്കിയിട്ട് ചെയ്യുന്നൊരു സാധനമാണെങ്കിലും ഇതേപോലുള്ള ഏതെങ്കിലും ഒരുത്തൻ, ആ സ്റ്റാഫോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തൻ മതി ഇവരുടെ പേര് കളയാനും
ഈ പറയുന്ന ചെയ്യാൻ വേണ്ടി പോയിട്ടുള്ള ആളുകൾക്ക് അപകടം പറ്റാനും. അപ്പോൾ നിങ്ങൾ വലിയ സംഭവമാണ്, അയ്യോ ബോഡി സലൂൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സംഭവമാണ്, നമ്മുടെ നാട്ടിലെ വലിയ ഇതാണെന്നെല്ലാം പറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അവസാനം ഇങ്ങനെയുള്ളതെല്ലാം ഫേസ് ചെയ്യേണ്ടി വരും. ഈ ചെറിയ ചെറിയ സ്ഥാപനങ്ങളാണെങ്കിൽ അറ്റ്ലീസ്റ്റ് അവർക്ക് പറ്റിയ തെറ്റ് മനസ്സിലാക്കി അവരിത് എങ്ങനെയെങ്കിലും ഒന്ന് തീർക്കാൻ വേണ്ടിയിട്ടെങ്കിലും അവർ മുന്നിട്ട് നിൽക്കുന്നതാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. എന്തായാലും ആ ചെക്കന് പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടല്ലോ, കല്യാണത്തിനല്ല ഇത് വെച്ചിട്ട് നിൽക്കുക എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ എന്തായാലും ഇവർക്ക് നീതി കിട്ടട്ടെ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ പറയുന്ന ബോഡി സലൂൺ പോലെയുള്ള ഇതേപോലെയുള്ള വലിയ വലിയ ഇവർക്ക് കുറേ ബ്രാഞ്ചുകളൊക്കെ ഉണ്ട്, നമ്മുടെ നാട്ടിലുണ്ട് ബ്രാഞ്ച്. ഈ ബോഡി സലൂണിൽ മാത്രം പോയി എന്താ പറയുക മുടി വെട്ടുകയും ഫേഷ്യൽ ചെയ്യുകയും ചെയ്യുന്ന കൂട്ടുകാരൊക്കെ നമുക്കുണ്ട്. അവനിപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. അതായത് എത്ര വലിയ സംഭവമാണെങ്കിലും, എത്ര വലിയ സലൂണാണെങ്കിലും, എത്ര വലിയ സ്ഥാപനമാണെങ്കിലും, സ്പാ ആണെങ്കിലും ഇതേപോലുള്ള സംഭവങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ ഓരോ പരിപാടിക്ക് നിൽക്കാൻ വേണ്ടി പാടുള്ളൂ. ഇങ്ങനെ സംഭവിച്ചതിന് ശേഷം അവരോട് പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ മുണ്ടുപൊക്കി കാണിക്കുകയും ചെയ്യും. അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഈ ചെക്കൻ്റെ അവസ്ഥ, ഇപ്പോൾ ആ ഒരു പാട്, ഈ മുഖത്തെ പാട്, അതും മുഖത്താണ്. ഈ പാട് പോകും എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ ഒരു വീഡിയോൻ്റെ അടിയിൽ ഈ പറയുന്ന ചെക്കൻ്റെ വീട്ടുകാരും വന്നിട്ട് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കമൻ്റ് ഞാൻ വായിച്ചു തരാം. അതായത് ഗൈസ്, this happened to my husband just 2 days before our wedding. We trusted their brand and reputation, but what we experienced was extremely disappointing and traumatic due to unprofessional and untrained staff who didn't even know how to properly use a steam machine. What hurt even more was the complete lack of basic humanity. When he asked for ice to soothe the burn, the staff actually laughed instead of helping him. ഇതൊക്കെയാണ് പ്രശ്നം. അതായത് വലിയ സ്ഥാപനം ഉണ്ടാക്കി വെച്ചുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അവിടുത്തെ സ്റ്റാഫുകൾക്ക് എങ്ങനെ മാന്യമായിട്ട് പെരുമാറാമെന്നുള്ളതും എങ്ങനെ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. നിങ്ങൾ വലിയ ഒരു ബ്രാൻഡ് കെട്ടിപ്പടുത്തു, അല്ലെങ്കിൽ ഒരുപാട് ബ്രാഞ്ചുകളുണ്ട്, പിന്നെ ഇവിടെ ഭയങ്കര എക്വിപ്മെൻറ്റ്സ് ഉണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് പരസ്യം ചെയ്തിട്ടോ ആളുകളെ വലിച്ചു കയറ്റിയിട്ടോ കാര്യമില്ല. ഇവർക്ക് തിരക്കാണ്. ഞാനും കണ്ടിട്ടുണ്ട് ഇതേപോലെ ഈ ഒരു സ്ഥാപനത്തിൻ്റെ എല്ലാം ഇതേപോലുള്ള വലിയൊരു സ്ഥാപനത്തിൽ ഇതേപോലെ കല്യാണ തലേന്ന്, എൻഗേജ്മെൻറ്റിൻ്റെ തലേന്ന് ഇതേപോലെ പരിപാടിക്ക് പോകുന്ന സമയത്ത് തിരക്കാണ് ഇവർക്ക്. ഇതേപോലെ ഒരു 10-15 പേര് വന്നിരിപ്പുണ്ടാവും ബുക്ക് ചെയ്തിട്ട്. അപ്പം ഇത് തീർത്തിട്ട് വേണം അങ്ങോട്ട് ഓടാൻ. അപ്പോൾ ഇവൻ്റെ തലയിൽ ഈ മറ്റേ സാധനമെല്ലാം വെച്ചിട്ട് തിരിഞ്ഞു നോക്കാൻ പോലും ആളില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരെ കണ്ടിട്ടുണ്ട്. അതാണ് പറയുന്നത്, ഈ വലിയ വലിയ സ്ഥാപനമാണെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഭയങ്കര കുറേ ബ്രാഞ്ചുകളുള്ള സ്ഥാപനമാണെന്ന് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല. നിങ്ങൾ അവിടുത്തെ സർവീസ് എങ്ങനെയാണെന്നും ഇതിന് മുമ്പ് ചെയ്തവരുമായിട്ടൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ടൊക്കെ പോകുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ആ ഒരു കമൻറ്റ്, അതായത് ഈ പറയുന്ന ചെക്കനെ കല്യാണം കഴിച്ച പെൺകുട്ടിയാണ് ഇതിൻ്റെ ഇടയിൽ കമൻറ്റ് ഇട്ടിട്ടുള്ളത്. ഒരാളുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇവർ ഇങ്ങനെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കിയത്. അതിന് നിങ്ങൾ അനുഭവിക്കും. തെറ്റുകൾ ആർക്കും പറ്റാം, പക്ഷേ ഇതുപോലെ കണ്ണിച്ചോര ഇല്ലാതെ പെരുമാറാൻ പാടില്ല. ഈ അവസ്ഥ ഇനി വേറെ ആർക്കും വരാൻ പാടില്ല. അതാണ് പോയിന്റ്. അത് തെറ്റുകൾ ആർക്കും പറ്റാം, പക്ഷേ അങ്ങനെ തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എന്താ പറയുക, ഇതിപ്പോൾ ഇവർ പറഞ്ഞ രീതിയിലാണെങ്കിൽ ചിരിച്ച് വെറുതെ തമാശ രൂപേണ വിട്ട് വെറുതെ മുഖത്ത് കുറേ പുട്ടിയും അടിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു മാനുഷിക പരിഗണന എന്നൊരു സംഭവം കൂടി ഉണ്ട്. തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ അതിനെ പറ്റിപ്പോയ തെറ്റ് എങ്ങനെ അതൊന്ന് സോൾവ് ചെയ്യുക എന്നുള്ള കാര്യമാണ് എത്ര വലിയ മുതലാളിമാരാണെങ്കിലും എത്ര വലിയ സ്ഥാപനമാണെങ്കിലും നോക്കേണ്ടത്. ഇവിടെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. എന്തായാലും ഞാൻ അയാളോട് സംസാരിക്കുന്ന സമയത്ത് അയാളുടെ ഭാഗം പറഞ്ഞ്, പക്ഷേ സത്യസന്ധമായിട്ടുള്ള കാര്യം എന്താണെന്നുള്ളത് ഇവർക്കേ അറിയുള്ളൂ. അപ്പോൾ ഇവർ ഫേസ് ചെയ്തിട്ടുള്ള ഈ ഒരു പ്രശ്നം എത്രയും പെട്ടെന്ന് തീർത്തു കൊടുക്കുന്നതായിരിക്കും. ഇനിയിപ്പോൾ എങ്ങനെ തീർക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു വശം. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ പോകുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ സേഫാണ്, ഇത്രയും വലിയ സംഭവമാണല്ലോ, സെറ്റപ്പ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് സേഫാണെന്നും വിചാരിച്ച് നിങ്ങൾ കണ്ണടച്ചിരിക്കുന്നിട്ട് കാര്യമില്ല. അപ്പം നിങ്ങൾ ഇതേപോലുള്ള സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് ശരിക്കും ഒന്ന് അന്വേഷിച്ച് അവിടുത്തെ സ്റ്റാഫുകൾക്ക് ഈ പറഞ്ഞ പോലെ ട്രെയിനിങ് കിട്ടിയതാണോന്നും ഈ പറഞ്ഞ സ്റ്റാഫുകൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടോ എന്നൊക്കെ അറിഞ്ഞിട്ട് പോയി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ വിഷമിക്കാനുള്ള ഇടവരില്ല. ഇപ്പോൾ ഈ ചെക്കൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുമ്പോൾ നമുക്ക് തന്നെ ആകെ ഇതാണ്.
പിന്നെ ഈ ഒരു സംഭവം അധികം ആരും അങ്ങനെ അറിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇപ്പം പിന്നെ ഇലക്ഷൻ്റെ തിരക്കൊക്കെ ആയതുകൊണ്ട് തന്നെ ന്യൂസ് ചാനലുകളൊക്കെ ഇത് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാവുമെന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇതുപോലുള്ള സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം എന്നുള്ളതും ഈ ഒരു കേസിനെ കുറിച്ചുള്ള അഭിപ്രായം എന്നുള്ളതും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ